ഇന്നലെ നമ്മുടെ രാജ്യത്ത് ജെൻസി കുട്ടികൾ വിദ്യാർത്ഥികൾ വലിയൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല രക്ഷിതാക്കളുടെയും കണ്ണു തുറപ്പിക്കുന്നതാണ്. രക്ഷിതാക്കൾക്ക് ചുമതല എന്ന് പറയുന്നത് കുട്ടികളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കുക എന്നുള്ളതല്ല, കുട്ടികളുടെ ആഗ്രഹം തിരിച്ചറിയുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് എന്താവണം, എന്താണ് അവരുടെ താല്പര്യം എന്ന് ഹൈസ്കൂൾ തലത്തിൽ തിരിച്ചറിയുവാൻ രക്ഷിതാക്കൾ തയ്യാറാകണം. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്നിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആയിട്ടുണ്ട്. അതിന്റെ ഗുണം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ? കുട്ടികൾക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് സ്കൂൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? അധ്യാപകർ അതിന് ശ്രമിക്കുന്നുണ്ടോ? ഇത് രക്ഷിതാക്കൾ പരിശോധിക്കണം. നമ്മുടെ കടമ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആഗ്രഹമുള്ളത് പഠിപ്പിക്കുക എന്നുള്ളതാകണം. ഇത് നടക്കണമെങ്കിൽ രക്ഷിതാക്കളും ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. രക്ഷിതാക്കൾ സ്കൂളിൽ പോകണം, കുട്ടികളുടെ ആവശ്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ തയ്യാറാകണം. അത് സ്കൂളിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും നിങ്ങൾ തയ്യാറാകണം. ഏറ്റവും ഉയർന്ന റാങ്ക് വാങ്ങിയവനും ഏറ്റവും ചെറിയ റാങ്ക് വാങ്ങിയവനും ഇന്ന് ഡോക്ടറുമാവും എഞ്ചിനീയറുമാവും. അതിന് പൈസ മാത്രം മതി. അത് ഒരു പ്രസ്റ്റീജ് അല്ല. കുട്ടികൾ ആഗ്രഹിക്കുന്നത് നൽകുവാനുള്ളതാണ് നമ്മുടെ കടമ. അത് നൽകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. വിദ്യാലയങ്ങളിൽ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ, അവിടെ നിന്നും കുട്ടികൾക്ക് വേണ്ടത് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുകൂടാതെ കുട്ടികളോട് മനസ്സ് തുറന്ന് സംസാരിച്ച് കുട്ടികളുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാകണം. കേരളം വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏറ്റവും ഉയർന്നതാണ് എന്ന് പറയുമ്പോഴും ഓരോ കുട്ടികൾക്കും ആഗ്രഹമുള്ളത് ലഭിക്കുവാൻ, അത് സാധിച്ചു കൊടുക്കുവാൻ രക്ഷിതാക്കൾക്കും ചുമതലയുണ്ട്. അത് ലഭിച്ചില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനും രക്ഷിതാക്കൾ തയ്യാറാകണം.